കേരളത്തിലെ വനം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, നദികൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? ഉത്തരം 29%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? ഉത്തരം 29%. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? കേരളത്തിൽ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. ഉത്തരം പത്തനംതിട്ട. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഉത്തരം കോന്നി. ഉത്തരം കോന്നി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? ഉത്തരം റാന്നി. റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്ര? ഉത്തരം 36. കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണം 36. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? ഉത്തരം അഗസ്ത്യവനം. അഗസ്ത്യവനമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ. അടുത്ത ചോദ്യം, ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം ഏതാണ്? ഉത്തരം വിയ്യപുരം. വിയ്യപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം ഏതാണ്? ഉത്തരം കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ട്. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കന്നിമാര തേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക്. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കന്നിമാര തേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക്. അടുത്ത ചോദ്യം, നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ഉത്തരം ചാലിയാർ. അടുത്ത ചോദ്യം, കാട്ടുമരങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ തരുരാജൻ എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കാട്ടുമരങ്ങളുടെ രാജാവ് അഥവാ തരുരാജൻ എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഉത്തരം തേക്ക്. തേക്ക് മരമാണ് കാട്ടുമരങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ തരുരാജൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലീസ് പ്ലോട്ട് നിലമ്പൂരിൽ വികസിപ്പിച്ചത് ആരാണ്? ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലീസ് പ്ലോട്ട് നിലമ്പൂരിൽ വികസിപ്പിച്ചത് ആരാണ്?
ഉത്തരം മലബാർ കളക്ടറായിരുന്ന HV കനോലി. മലബാർ കളക്ടറായിരുന്ന HV കനോലി. അടുത്ത ചോദ്യം, ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് എന്ന്? ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1887. 1887. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ റിസർവ് വനമായി കോന്നി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? തിരുവിതാംകൂറിലെ ആദ്യ റിസർവ് വനമായി കോന്നി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1888. 1888. അടുത്ത ചോദ്യം, കേരളത്തിൽ വനവത്കരണത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷം ഏതാണ്? കേരളത്തിൽ വനവത്കരണത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം തേക്ക്. തേക്കാണ് കേരളത്തിൽ വനവത്കരണത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം നിലമ്പൂരിൽ. നിലമ്പൂരിലാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം മറയൂർ. മറയൂരിലാണ് കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചന്ദനമരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ചന്ദനമരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം മറയൂർ. ഉത്തരം മറയൂർ. അടുത്ത ചോദ്യം, മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മറയൂർ. ഉത്തരം മറയൂർ. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പീച്ചി. ഉത്തരം പീച്ചി. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ കാരാപ്പുഴ. ഉത്തരം കോട്ടയം ജില്ലയിലെ കാരാപ്പുഴ. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ്? കേരള ഫോറസ്റ്റ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ. ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ. അടുത്ത ചോദ്യം, മറയൂർ ചന്ദനക്കാടുകൾ ഏത് ജില്ലയിലാണ്? മറയൂർ ചന്ദനക്കാടുകൾ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇടുക്കിയിലാണ് മറയൂർ ചന്ദനക്കാടുകൾ. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1975. 1975. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല. ഉത്തരം തെന്മല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂടം. അടുത്ത ചോദ്യം, തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഹരിത തീരം. ഉത്തരം ഹരിത തീരം. അടുത്ത ചോദ്യം, സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. ഉത്തരം നമ്മുടെ മരം. ഉത്തരം നമ്മുടെ മരം. അടുത്ത ചോദ്യം, വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവത്കരണ പരിപാടി ഏതാണ്? സംസ്ഥാന കലാലയങ്ങൾ വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവത്കരണ പരിപാടി ഏതാണ്? ഉത്തരം എൻ്റെ മരം. ഉത്തരം എൻ്റെ മരം. അടുത്ത ചോദ്യം, വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവത്കരണ പരിപാടി ഏതാണ്? വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവത്കരണ പരിപാടി ഏതാണ്? ഉത്തരം വഴിയോര തണൽ. ഉത്തരം വഴിയോര തണൽ. അടുത്ത ചോദ്യം, വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളെ ഉപയോഗപ്പെടുത്തി വനവിഭവങ്ങൾ സമാഹരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സംരംഭം ഏതാണ്? വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളെ ഉപയോഗപ്പെടുത്തി വനവിഭവങ്ങൾ സമാഹരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സംരംഭം ഏതാണ്? ഉത്തരം വനശ്രീ. ഉത്തരം വനശ്രീ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെയും പക്ഷിസങ്കേതങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? കേരളത്തിലാകെ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? ഉത്തരം 5. കേരളത്തിലാകെ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം പാമ്പാടും ചോല. ഉത്തരം പാമ്പാടും ചോല. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ. അടുത്ത ചോദ്യം, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രത്തിന് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രത്തിന് പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണ്? കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി.
അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ്? സൈലന്റ് വാലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം 1985 രാജീവ് ഗാന്ധി. 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് എന്നാണ്? സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2007. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. അടുത്ത ചോദ്യം, പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം സൈരന്ധ്രി വനം. സൈരന്ധ്രി വനം എന്നാണ് പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണ്? സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കാരണമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം തൂതപ്പുഴ. ഉത്തരം തൂതപ്പുഴ. തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അടുത്ത ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2009. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. ഉത്തരം ഡോക്ടർ സലീം അലി. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ സലീം അലിയുടെ പേരിൽ. ഡോക്ടർ സലീം അലിയുടെ പേരിൽ. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. ഉത്തരം മംഗളവനം. അടുത്ത ചോദ്യം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. ഉത്തരം മംഗളവനം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. ഉത്തരം മംഗളവനം. ഉത്തരം മംഗളവനം. അടുത്ത ചോദ്യം, മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം ചൂളന്നൂർ പക്ഷി സങ്കേതം. ചൂളന്നൂർ പക്ഷി സങ്കേതം.
അടുത്ത ചോദ്യം, ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഉത്തരം കെ നീലകണ്ഠന്റെ പേരിൽ. കെ നീലകണ്ഠന്റെ പേരിൽ. അടുത്ത ചോദ്യം, ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ ആരാണ്? ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ ആരാണ്? ഉത്തരം കെ നീലകണ്ഠൻ. കെ നീലകണ്ഠൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കെ നീലകണ്ഠൻ. ഉത്തരം കെ നീലകണ്ഠൻ. അടുത്ത ചോദ്യം, കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, കുമരകം പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? കുമരകം പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം ബേക്കേഴ്സ് എസ്റ്റേറ്റ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ്. അടുത്ത ചോദ്യം, വയനാട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? വയനാട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം പക്ഷിപാതാളം. പക്ഷിപാതാളം. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനത്തിൽ. ഉത്തരം ഇരവികുളം ദേശീയോദ്യാനത്തിൽ. അടുത്ത ചോദ്യം, പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി ഏതാണ്? പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. ഉത്തരം കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1983. 1983. അടുത്ത ചോദ്യം, ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം. കടലുണ്ടി പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം കടലുണ്ടി. ഉത്തരം കടലുണ്ടി. അടുത്ത ചോദ്യം, കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. ഉത്തരം മംഗളവനം. അടുത്ത ചോദ്യം, വേമ്പനാട് കായലിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്? വേമ്പനാട് കായലിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം തെന്മലയിൽ. ഉത്തരം തെന്മല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി. ഉത്തരം നീലഗിരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഉത്തരം അഗസ്ത്യാർകൂടം. ഉത്തരം അഗസ്ത്യാർകൂടം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? ഉത്തരം 18. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് എന്താണ്?
പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് എന്താണ്? ഉത്തരം നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പീരുമേട് താലൂക്കിലാണ്. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം തേക്കടി വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ലോകബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ലോകബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ലോകബാങ്ക് ബക്കർലിപ്പ് പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഉത്തരം മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് എന്നാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 1978. 1978. അടുത്ത ചോദ്യം, പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1991. 1991. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? ഉത്തരം സുൽത്താൻ ബത്തേരി. ഉത്തരം സുൽത്താൻ ബത്തേരി. അടുത്ത ചോദ്യം, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഒരു ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ ഒരു ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ആന. അടുത്ത ചോദ്യം,
തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, തമിഴ്നാട് വഴി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? തമിഴ്നാട് വഴി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൂണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഉത്തരം തൂണക്കടവ്. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1973. 1973. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുമരമായ കണ്ണിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുമരമായ കണ്ണിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2010. ഉത്തരം 2010. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? ഉത്തരം കുളത്തൂപ്പുഴ റിസർവ് വനം. കുളത്തൂപ്പുഴ റിസർവ് വനം. അടുത്ത ചോദ്യം, ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപിൽ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലുള്ള മരക്കുന്നം ദ്വീപിൽ. അടുത്ത ചോദ്യം, സ്റ്റീവ് ഇർവിൻ
ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായാണ്? സ്റ്റീവ് ഇർവിൻ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായി. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായി. അടുത്ത ചോദ്യം, റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം എവിടെയാണ്? റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം എവിടെയാണ്? ഉത്തരം മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ കക്കയത്താണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ കക്കയത്താണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായാണ്? ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം. അടുത്ത ചോദ്യം, കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഏറ്റവും ഒടുവിലായി കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? ഉത്തരം കുറിഞ്ഞി വന്യജീവി സങ്കേതം. കുറിഞ്ഞി വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം സ്ട്രാബിലാന്തസ് കുന്തിയാനസ്. സ്ട്രാബിലാന്തസ് കുന്തിയാനസ്. അടുത്ത ചോദ്യം, കുറിഞ്ഞി ഉദ്യാനം രൂപവത്കരിച്ച വർഷം ഏതാണ്? കുറിഞ്ഞി ഉദ്യാനം രൂപവത്കരിച്ച വർഷം ഏതാണ്? ഉത്തരം 2006. ഉത്തരം 2006. അടുത്ത ചോദ്യം, കേരളത്തിലെ മഴനിഴൽ പ്രദേശമായ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ മഴനിഴൽ പ്രദേശമായ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഏച്ചിപ്പാറ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം ഏച്ചിപ്പാറയിൽ. അടുത്ത ചോദ്യം, കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. മംഗളവനം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ജനപങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പരിപാടി അറിയപ്പെടുന്ന പേര്? ജനപങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ്. അടുത്ത ചോദ്യം, മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം? മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം? ഉത്തരം ചിന്നാർ. മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. അടുത്ത ചോദ്യം, മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ രൂപവത്കരണത്തിന് മുൻകൈയെടുത്ത വിദേശി ആരാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ രൂപവത്കരണത്തിന് മുൻകൈയെടുത്ത വിദേശി ആരാണ്? ഉത്തരം HCH റോബിൻസൺ. HCH റോബിൻസൺ.
കേരളത്തിലെ നദികളും കായലുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാ PSC പരീക്ഷകൾക്കും ഉണ്ടാകാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ഉത്തരം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികളായി കണക്കാക്കുന്നത്? കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എത്ര കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികളായി കണക്കാക്കുന്നത്? ഉത്തരം 15. 15 കിലോമീറ്ററിലധികമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ പൊതുവെ നദികളായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, പെരിയാർ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പെരിയാർ നദിയുടെ ഉത്ഭവം എവിടെയാണ്? ഉത്തരം ശിവഗിരി മലകൾ. ശിവഗിരി മലകളിലാണ് പെരിയാർ നദിയുടെ ഉത്ഭവം. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള നദി ഏതാണ്? ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ഉത്തരം ചാലക്കുടി. ചാലക്കുടി പുഴയിലാണ് ഇന്ത്യയിൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ ഉള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട നദി. അടുത്ത ചോദ്യം, കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരി പുഴ.
ഉത്തരം ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? ഉത്തരം കബനി. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട നദി ഏതാണ്? അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം മീനച്ചിലാർ. മീനച്ചിലാർ. അടുത്ത ചോദ്യം, വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? ഉത്തരം കോരപ്പുഴ. ഉത്തരം കോരപ്പുഴ. അടുത്ത ചോദ്യം, ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ഉത്തരം ചാലക്കുടി പുഴ. ഉത്തരം ചാലക്കുടി പുഴ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഉത്തരം കബനി. കബനി നദിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. അടുത്ത ചോദ്യം, കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം വളപട്ടണം പുഴ. വളപട്ടണം പുഴ. അടുത്ത ചോദ്യം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വളപട്ടണം പുഴ. വളപട്ടണം പുഴ. അടുത്ത ചോദ്യം, തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. പാമ്പാറാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി നദിയിൽ. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടുവരുന്നത് ഏത് നദിയുടെ തീരത്താണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടുവരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ചാലിയാറിന്റെ തീരത്ത്. ചാലിയാറിന്റെ തീരത്ത്. അടുത്ത ചോദ്യം, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പ. പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? ഉത്തരം ഉപ്പളക്കായൽ. ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴയിലെ
വൈന്തലയിൽ. ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം തൂതപ്പുഴ. തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അടുത്ത ചോദ്യം, ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. പി. കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. അടുത്ത ചോദ്യം, അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം നെയ്യാറിന്റെ തീരത്ത്. നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം കപില. കപില എന്നാണ് കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര്. അടുത്ത ചോദ്യം, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ശിരുവാണി. ശിരുവാണിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്? ഉത്തരം ശിരുവാണി അണക്കെട്ട്. ശിരുവാണി അണക്കെട്ട്. അടുത്ത ചോദ്യം, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എം മുകുന്ദൻ. എം മുകുന്ദനെയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം ഭാരതപ്പുഴയിൽ. ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ മണ്ണ് അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ആദ്യ മണ്ണണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കബനി നദിയിൽ. അടുത്ത ചോദ്യം, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം
എന്നിവ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പമ്പ. പമ്പ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത്. അടുത്ത ചോദ്യം, കബനി നദി എവിടെ വെച്ചാണ് കാവേരിയുമായി ചേരുന്നത്? കബനി നദി എവിടെ വെച്ചാണ് കാവേരിയുമായി ചേരുന്നത്? ഉത്തരം തിരുമക്കുടൽ. തിരുമകുടലിൽ വെച്ചാണ് കബനി നദി കാവേരിയുമായി ചേരുന്നത്. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, മറയൂർ ചന്ദനക്കാട് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം നെയ്യാർ. ഉത്തരം നെയ്യാർ. അടുത്ത ചോദ്യം, കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. അടുത്ത ചോദ്യം, നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാർ ആണ് നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, ചാലിയാർ പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? ചാലിയാർ പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? ഉത്തരം ബേപ്പൂരിൽ വെച്ച്. ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്ത ചോദ്യം, 100 കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? ഉത്തരം 11. 11 നദികളാണ് കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി. അടുത്ത ചോദ്യം, ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് നദിയിലാണ്? ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴ എവിടെ വെച്ചാണ് കടലിൽ പതിക്കുന്നത്? ഭാരതപ്പുഴ എവിടെ വെച്ചാണ് കടലിൽ പതിക്കുന്നത്? ഉത്തരം പൊന്നാനിയിൽ വെച്ച്. ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തിരുനാവായ ഏത് നദീതീരത്താണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച തിരുനാവായ ഏത് നദീതീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിൽ. പെരിയാറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇടുക്കി ഡാമിന്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി ആരാണ്? ഇടുക്കി ഡാമിന്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി ആരാണ്? ഉത്തരം കൊലുമ്പൻ. കൊലുമ്പൻ മൂപ്പനാണ് ഇടുക്കി ഡാമിന്റെ സൈറ്റ് നിർദ്ദേശിച്ച ആദിവാസി. അടുത്ത ചോദ്യം, ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ.
കാനഡയാണ് ഇടുക്കി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം. അടുത്ത ചോദ്യം, കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം രാമപുരം പുഴ. രാമപുരം പുഴ. അടുത്ത ചോദ്യം, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം അഞ്ചരക്കണ്ടി പുഴ. അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. അടുത്ത ചോദ്യം, തേക്കടി വന്യജീവി സങ്കേതം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തേക്കടി വന്യജീവി സങ്കേതം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പെരിയാറിന്റെ തീരത്ത്. പെരിയാറിന്റെ തീരത്ത്. അടുത്ത ചോദ്യം, വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം കുന്തിപ്പുഴയിൽ. കുന്തിപ്പുഴയിലാണ് വിവാദമായ പാത്രക്കടവ് പദ്ധതി. അടുത്ത ചോദ്യം, പെരിയാർ, മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? പെരിയാർ, മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ആലുവയിൽ വെച്ച്. ആലുവയിൽ വെച്ച്. അടുത്ത ചോദ്യം, പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷക നദി ഏതാണ്? പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷക നദി ഏതാണ്? ഉത്തരം മുല്ലയാർ. പെരിയാറിനോട് ചേരുന്ന ആദ്യ പോഷക നദി മുല്ലയാർ. അടുത്ത ചോദ്യം, മുസിരിസ് തുറമുഖം നശിക്കാനിടയായ പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നാണ്? മുസിരിസ് തുറമുഖം നശിക്കാനിടയായ പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നാണ്? ഉത്തരം 1341. ഉത്തരം 1341. അടുത്ത ചോദ്യം, പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഉത്തരം മാട്ടുപ്പെട്ടി. ഉത്തരം മാട്ടുപ്പെട്ടി. അടുത്ത ചോദ്യം, ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്താണ്? ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം ശോകനാശിനി പുഴ. ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിയിലാണ്? ഉത്തരം ഭാരതപ്പുഴയിൽ. ഭാരതപ്പുഴയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന് പേര് നൽകിയത് ആരാണ്? ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത്. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാട്. കുട്ടനാടാണ് പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉത്തരം വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലാണ് പമ്പാ നദിയുടെ പതനസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ചാലക്കുടി പുഴ. ഉത്തരം ചാലക്കുടി പുഴ. അടുത്ത ചോദ്യം, മാനന്തവാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്?
മാനന്തവാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കബനി. കബനി നദിയാണ് മാനന്തവാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട് ഏതാണ്? ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട് ഏതാണ്? ഉത്തരം മുക്കാലി ഡാം. മുക്കാലി ഡാമാണ് ഭവാനിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അണക്കെട്ട്. അടുത്ത ചോദ്യം, പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരി പുഴ. ഉത്തരം ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, കല്ലടയാറ് പതിക്കുന്നത് എവിടെയാണ്? കല്ലടയാറ് പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം അഷ്ടമുടി കായലിൽ. അഷ്ടമുടി കായലിലാണ് കല്ലടയാറ് പതിക്കുന്നത്. അടുത്ത ചോദ്യം, മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. കോട്ടയമാണ് മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. അടുത്ത ചോദ്യം, തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയം രചിച്ച കൃതി ഏതാണ്? തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയം രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഗുരുസാഗരം. ഗുരുസാഗരം എന്ന കൃതിയാണ് തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതി. അടുത്ത ചോദ്യം, തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? ഉത്തരം കരമനയാറിൽ നിന്ന്. കരമനയാറിൽ നിന്ന്. അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കാവേരി. അടുത്ത ചോദ്യം, ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. പെരിയാറാണ് ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ്ണ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മിനി പമ്പ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിനി പമ്പ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, നെയ്യാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? നെയ്യാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഉത്തരം അഗസ്ത്യമലയിൽ നിന്ന്. അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിന്റെ ഉത്ഭവം. അടുത്ത ചോദ്യം, മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? ഉത്തരം മാഹിപ്പുഴ. മാഹിപ്പുഴ എന്നാണ് മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം നാഗർഹോൾ ദേശീയോദ്യാനം. കർണാടകയിലുള്ള നാഗർഹോൾ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഇരുവഞ്ഞിപ്പുഴ. ഇരുവഞ്ഞിപ്പുഴയാണ് SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി. അടുത്ത ചോദ്യം, പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? ഉത്തരം മുല്ലയാർ. ഉത്തരം മുല്ലയാർ. അടുത്ത ചോദ്യം, ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ഉത്തരം ഗ്വാളിയാർ റയോൺസ്. ഗ്വാളിയാർ റയോൺസ് ആണ് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി. അടുത്ത ചോദ്യം, വായു ജലമലിനീകരണത്തിന് എതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന സമരം ഏതാണ്? വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന സമരം ഏതാണ്? ഉത്തരം ചാലിയാർ ലഹള. ചാലിയാർ ലഹള.
അടുത്ത ചോദ്യം, പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? ഉത്തരം 1341. 1341. അടുത്ത ചോദ്യം, കൊടങ്ങര പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കൊടങ്ങര പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം അട്ടപ്പാടി. അട്ടപ്പാടിയിൽ കൂടിയാണ് കൊടങ്ങര പള്ളം പുഴ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, പാമ്പാർ നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? പാമ്പാർ നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പമ്പ നദിയിൽ. ഉത്തരം പമ്പ നദിയിൽ. അടുത്ത ചോദ്യം, കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 30 TMC അടിവെള്ളം. 30 TMC അടിവെള്ളം. അടുത്ത ചോദ്യം, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഉത്തരം ചന്ദ്രഗിരി പുഴ. ഉത്തരം ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം അയിരൂർ പുഴ. അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അടുത്ത ചോദ്യം, കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം രാമപുരം പുഴ. രാമപുരം പുഴ. അടുത്ത ചോദ്യം, 1924 വെള്ളപ്പൊക്കം ഉണ്ടായ നദി ഏതാണ്? 1924 വെള്ളപ്പൊക്കം അഥവാ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ നദി ഏതാണ്? ഉത്തരം പെരിയാർ. ഉത്തരം പെരിയാർ. അടുത്ത ചോദ്യം, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം കബനി നദി. അടുത്ത ചോദ്യം, പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കല്ലടയാറിൽ. കല്ലടയാറിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ ആകെ 34 കായലുകളുണ്ട്. കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏത്? വേമ്പനാട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ അഴിമുഖത്താണ്? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ അഴിമുഖത്താണ്? ഉത്തരം വേമ്പനാട് കായൽ. ഉത്തരം വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? ഉത്തരം വേമ്പനാട് കായൽ. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പുന്നമട കായൽ. പുന്നമട കായൽ.
അടുത്ത ചോദ്യം, വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ. ഉത്തരം പാതിരാമണൽ. അടുത്ത ചോദ്യം, വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ ദ്വീപ് ഏതാണ്? വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ ദ്വീപ് ഏതാണ്? ഉത്തരം വെല്ലിംഗ്ടൺ ദ്വീപ്. ഉത്തരം വെല്ലിംഗ്ടൺ ദ്വീപ്. അടുത്ത ചോദ്യം, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ട് ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച ബണ്ട് ഏതാണ്? ഉത്തരം തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട്. അടുത്ത ചോദ്യം, തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1976. 1976. അടുത്ത ചോദ്യം, കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ ഏതാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ. ഉത്തരം തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. ഇത് നിർമ്മിച്ചത് 1954. നിർമ്മിച്ചത് 1954. അടുത്ത ചോദ്യം, പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? ഉത്തരം അഷ്ടമുടിക്കായൽ. ഉത്തരം അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായലിൽ നടന്ന തീവണ്ടി ദുരന്തം ഏതാണ്? അഷ്ടമുടിക്കായലിൽ നടന്ന തീവണ്ടി ദുരന്തം. ഉത്തരം പെരുമൺ തീവണ്ടി ദുരന്തം. പെരുമൺ തീവണ്ടി ദുരന്തം. അടുത്ത ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തെ അഴി ഏതാണ്? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തെ അഴി ഏതാണ്? ഉത്തരം നീണ്ടകര അഴി. നീണ്ടകര അഴി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട കായൽ. ഉത്തരം ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം വെള്ളായണി കായൽ. ഉത്തരം വെള്ളായണി കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട്. ഉത്തരം പൂക്കോട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം. പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം പുന്നമട കായലിൽ. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്?
ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം അഷ്ടമുടി കായലിൽ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ? ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ? ഉത്തരം കന്നേറ്റി കായലിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഉത്തരം ഉപ്പള കായലാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ വേളിക്കായലാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ കായൽ ഏത്? മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ കായൽ ഏത്? ഉത്തരം മാനാഞ്ചിറ കായലാണ് മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ കായൽ. അടുത്ത ചോദ്യം, കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാർ. അടുത്ത ചോദ്യം, കുമരകം പക്ഷി സങ്കേതം ഏത് കായലിന്റെ തീരത്താണ്? ഉത്തരം വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, ഹൃദയാകൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മേപ്പാടിയിലാണ് ഹൃദയാകൃതിയിലുള്ള തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം അഷ്ടമുടിക്കായലിലാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? ഉത്തരം വേമ്പനാട് കായലിന്റെ തീരത്ത്. അടുത്ത ചോദ്യം, കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായലാണ് കൊച്ചി കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഏതാണ്? ഉത്തരം ഇടവ നടയറ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? ഉത്തരം അഷ്ടമുടി കായൽ. അടുത്ത ചോദ്യം, ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ? ഉത്തരം അഷ്ടമുടി കായൽ. അടുത്ത ചോദ്യം, കൊല്ലം ജില്ല സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? ഉത്തരം അഷ്ടമുടി കായൽ. അടുത്ത ചോദ്യം, അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ കൂട്ടം ഏതാണ്? ഉത്തരം മൺട്രോത്തുരുത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം.